ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. 2 ദിവസമായിട്ട് നല്ല മഴയാണ്. കാലവർഷം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ വിടുന്ന തിരക്കിലായിരിക്കും. ഇന്ന് സ്കൂളുകളിലൊക്കെ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. സ്കൂളിൽ ജൂൺ 5 അത് പ്രകൃതിയെ എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഒരു പ്രകൃതിയുടെ ദിനമായിട്ടാണ് ജൂൺ 5 പരിസ്ഥിതി ദിനം. അതിൽ വൃക്ഷത്തൈകൾ നടുക, അതുപോലെ മാലിന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ഇപ്പോൾ ആചരിക്കുന്നത്. വൃക്ഷത്തൈകൾ എന്ന് പറഞ്ഞാൽ ഫലവൃക്ഷത്തൈകളാണ് കൂടുതലും നടുന്നത്. പിന്നെ തണൽ മരങ്ങളും നടുന്നുണ്ട്. എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റപ്പെട്ട് ഓരോ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ പണിയുന്നതും, അതുപോലെ കുന്നുകളും മലകളും ഒക്കെ ഇടിച്ച് താഴ്ത്തി റോഡുകളും ഒക്കെ പണിയുന്നത് കൊണ്ട് പിന്നീട് വരുന്ന അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്കും ഇപ്പോൾ നമ്മൾക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടുകളാണ്. മലയിടിച്ചിലും മഴ പെയ്തു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങളൊക്കെയാണല്ലോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും നമ്മൾ പ്രകൃതിയെ അറിയാതെ ചെയ്യുന്ന ഓരോരോ പണികളിലൂടെയൊക്കെയാണ് ഇതൊക്കെ വന്നു ചേരുന്നത്. ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മരങ്ങളും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നിട്ടുള്ള വൃക്ഷങ്ങളും ഒക്കെ വേണം. ഇതൊക്കെ ഇല്ലാതാക്കുകയും പിന്നെ അതെല്ലാം മുറിച്ച് മാറ്റപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഫോറസ്റ്റ് ഏരിയകളിലൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്. വനവൽക്കരണവും അതുപോലെ വനത്തിൽ തന്നെ നമ്മൾ കുറേ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിലുള്ള മൃഗങ്ങൾക്കൊക്കെ ഇങ്ങനെ നാട്ടിൻപുറത്ത് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പരിസ്ഥിതി ദിവസം കുറേ വൃക്ഷത്തൈകൾ ഈ ഫോറസ്റ്റ് ഏരിയയിലും ഫോറസ്റ്റിൻ്റെ ഉൾക്കാട്ടുകളിലും ഒക്കെ നടാൻ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ആന അതേപോലെ മറ്റ് മൃഗങ്ങളുമൊക്കെ ഈ ഭക്ഷണം തേടിയാണ് കൂടുതലും പുറത്തേക്ക് വരുന്നത്. അപ്പോഴവർക്ക് അതിനുള്ളിൽ ഭക്ഷണമില്ല. കുറേ മരങ്ങൾ വളർന്നു നിൽക്കുന്നതെന്നല്ലാതെ അതിനുള്ളിൽ ഭക്ഷണം കുറവാണെന്നാണ് തോന്നുന്നത്. വെള്ളം എങ്ങനെയെങ്കിലും മഴ പെയ്യുമ്പോൾ കിട്ടുമെന്നറിയാം. ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫലവൃക്ഷങ്ങളൊന്നും അതിനകത്ത് തനിയെ കിളിച്ച് വരുന്നതൊക്കെ കാണും. അതുപോലെ മൃഗങ്ങളുടെ എണ്ണവും ധാരാളം കൂടി വരികയാണല്ലോ. അതുകൊണ്ടാണ് ഇവയൊക്കെ പുറത്തേക്ക് വരുന്നത്. പിന്നീട് നാട്ടിൻപുറങ്ങളിൽ നാട്ടുകളിലാണെങ്കിലും മരങ്ങളെല്ലാം മുറിച്ച് വീടുകളൊക്കെ വയ്ക്കുകയും അതുപോലെ വലിയ വലിയ കെട്ടിടങ്ങളും റോഡുകളും ഒക്കെ പണിയുമ്പോൾ എല്ലാം മുറിച്ച് മാറ്റപ്പെടുന്നത് മരങ്ങളാണ്. അതുകൊണ്ട് ഈ ലോക പരിസ്ഥിതി ദിനത്തിലെങ്കിലും കുറേ വൃക്ഷത്തൈകളൊക്കെ നട്ട് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുകയും അതുപോലെ അതിന് വേണ്ടിയിട്ട് കുട്ടികളിലൊക്കെ ഒരു ബോധം ഉണ്ടാക്കുകയും മുതിർന്നവരിലും ഒരു ബോധം വരുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസം ആയിട്ടാണ് ഇന്ന് കണക്കാക്കപ്പെടുന്നത്. ധാരാളം കുട്ടികൾ ഓരോരോ ഫലവൃക്ഷങ്ങളൊക്കെ ആയിട്ട് വീടുകളിൽ നിന്ന് പോകുന്നത് കണ്ടു. അതുപോലെ സ്കൂളുകളിലും കൃഷിഭവനിൽ നിന്നൊക്കെ വിത്തുകളും അതുപോലെ വൃക്ഷത്തൈകളും ഒക്കെ വിതരണം ചെയ്യും. ഇന്ന് കുറേയൊക്കെ നമ്മൾ നട്ടാലും ഒരു 1000 എണ്ണം നടുമ്പോൾ 10 എണ്ണമെങ്കിലും കിളിക്കുമല്ലോ. കിളിർത്ത് കഴിഞ്ഞാലും ഇത് പരിരക്ഷിക്കാനില്ലാതിരുന്ന് ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ നശിച്ചു പോകാറുമുണ്ട്. സ്കൂളുകളിലൊക്കെ പിന്നെ അതിനായിട്ട് സീഡ് കമ്മിറ്റികളും അതിൻ്റെ പ്രോത്സാഹിപ്പിക്കുന്ന സാർമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവരത് പ്രോത്സാഹിപ്പിച്ച് അതിനെ വളർത്തിയെടുത്ത് അതിൻ്റെ ഫലം കുട്ടികൾക്ക് അടുത്ത തലമുറയിൽ വരുന്ന കുട്ടികൾക്കെങ്കിലും കിട്ടാനുള്ള ഒരു കാര്യം ഉണ്ടാക്കി എടുക്കാറുണ്ട്. ഇപ്പം മാവായാലും ഇപ്പം മാവൊക്കെ 2-3 വർഷം കൊണ്ട് കായ്ക്കുന്ന മാവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ പ്ലാവ്, പേരയ്ക്ക, അതുപോലെ ഫ്രൂട്ട്സ് പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന വൃക്ഷങ്ങളാണ് ഇപ്പോൾ കൂടുതലും നടാൻ ശ്രമിക്കുന്നത്. അല്ലാതെ തണൽ മരങ്ങളും ഉണ്ട്. തണൽ മരങ്ങൾ എന്തായാലും വേണമല്ലോ. ഇപ്പം പക്ഷികൾക്ക് കൂട് വയ്ക്കുന്നതിനും അതുപോലെ അവർക്ക് വിശ്രമിക്കുന്നതിനും ഒന്നും മരങ്ങൾ കുറവാണ് നാട്ടിൽ. എല്ലായിടത്തും തിരക്കുകളും ആയതുകൊണ്ട് ഇപ്പോൾ പാലത്തിൻ്റെയൊക്കെ മുകളിലാണ് ഈ പക്ഷികളൊക്കെ കൂടുകൾ കൂട്ടുന്നതായിട്ട് കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യരുടെ ഓരോ നിർമ്മിതികൾ ഇങ്ങനെ പുരോഗമിച്ച് വരുന്തോറും പ്രകൃതിയോട് ഇണങ്ങിയുള്ള നിർമ്മിതികളൊന്നും അല്ലല്ലോ ഇപ്പം നടക്കുന്നത്. അതുകൊണ്ടൊക്കെ എല്ലാവർക്കും എല്ലാ പക്ഷിമൃഗാദികൾക്കും ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ ജൂൺ 5 പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് വഴി എല്ലാവർക്കും ഒരു ബോധം അന്ന് ഒരു ദിവസമെങ്കിലും തോന്നാൻ കഴിയും.
അതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനവും വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ ഭക്ഷണ സാധനങ്ങളും വാങ്ങുന്നതും പൊതിയുന്നതും അതുപോലെ കടയിൽ നിന്ന് കിട്ടുന്നതും എല്ലാം നമുക്ക് പ്ലാസ്റ്റിക്കാണ്. ഇത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. എവിടെയെല്ലാം അത് വെക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ എല്ലാവരും അത് തറയിലോട്ടങ്ങ് കളയുന്നതാണ് കാണുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു മുട്ടായി കഴിച്ചാൽ അതിൻ്റെ തൊലിയായാലും നമ്മളത് ഇടേണ്ട സ്ഥലത്ത് അവർ കൊണ്ടിടണം, അല്ലെങ്കിൽ അത് വലിയ പണിഷ്മെൻറ്റാണ്. പക്ഷേ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഒന്നും വളരെ വലിയ പണിഷ്മെൻറ്റായിട്ടൊന്നും കാണാത്തത് കൊണ്ട് എല്ലാം തറയിലോട്ടങ്ങ് ഇടും, അവിടോട്ട് കളയും. അങ്ങനെ അത് കൂടി നമ്മുടെ പുഴകളിലും എല്ലായിടത്തും നിറഞ്ഞ് അത് ഒരു രോഗങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് പിന്നീട് അത് വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ മുൻകൈ എടുക്കുകയും ഓടകളൊക്കെ നിറഞ്ഞ് കുപ്പിയൊക്കെ കയറി അടഞ്ഞിട്ട് ഓടകളൊക്കെ നിറഞ്ഞാണല്ലോ ഈ വെള്ളക്കെട്ട് മഴ വരുമ്പോൾ ഉണ്ടാവുന്നത്. അതൊക്കെ പിന്നീട് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് വൃത്തിയാക്കാൻ നടക്കും. ആദ്യമേ ഇത് ചെയ്യത്തേയില്ല. എത്ര മലയാളികളായാലും എവിടെ പോലും വേറെ ഏത് രാജ്യത്ത് പോയാലും അവർ ഇടേണ്ട സ്ഥലത്ത് തന്നെ മാലിന്യങ്ങൾ കളയും. അതേസമയം നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കത്തേയില്ല. എല്ലാ മാലിന്യങ്ങളും അവിടെ ഇവിടെയും കുപ്പികളും എല്ലാം വലിച്ചെറിയും. ഇപ്പോൾ ഒരുപാട് പഞ്ചായത്തിൻ്റെ പേരിലൊക്കെ ഒരുപാട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ അവർ ആവിഷ്കരിക്കുകയും അതുപോലെ അത് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ബോക്സുകളൊക്കെ ഓരോ ജംഗ്ഷനുകളിലും കവലകളിലും ഒക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും കഴിവതും ആൾക്കാർ അത് റോഡിലൊക്കെ കളഞ്ഞിട്ട് പോവുകയാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ 10 രൂപയുടെ വെള്ളമൊക്കെ ഉണ്ട് കുടിക്കുന്ന, കുഞ്ഞു ബോട്ടിലുണ്ട്. അതെല്ലാം കുടിച്ചിട്ട് ആ കുപ്പികൾ വെറുതെ റോഡിൽ ഇങ്ങനെ കളഞ്ഞിരിക്കുകയാണ്. അത് ഒരു സ്ഥലത്ത് കൂട്ടിയൊക്കെ പോലും ചെയ്യാതെ കളഞ്ഞ് ബേക്കറികളുടെയും അതേപോലെ വലിയ കടകളുടെയൊക്കെ മുൻപിൽ ധാരാളം കുപ്പികളാണ് ഓടകളിലോട്ടങ്ങ് ഇടും. ഓടകൾ പിന്നെ മഴ വരുമ്പോൾ നിറഞ്ഞിട്ട് വെള്ളക്കെട്ടായി മാറുകയാണ്. ഇതൊന്നും ഒരാൾ പറഞ്ഞിട്ടോ ഒരാൾ ഉപദേശിച്ചു കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ല. ഇതൊക്കെ അവരവരുടെ മനസ്സിൽ തന്നെ ഈ ഒരു ചിന്ത വരണം. നമ്മുടെ നാട് പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയരുതെന്നുള്ളത്. പിന്നീട് ഇപ്പം പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനായിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ എല്ലാ വീടുകളിലും വരും. അത് കുറേ ആൾക്കാർ കൊടുക്കാത്തവരുമുണ്ട്, ഇപ്പോഴും കൊടുക്കാത്തവരുണ്ട്. പ്ലാസ്റ്റിക് കത്തിച്ച് കളയുന്നതാണ് അവരുടെ പതിവ്. അവർക്ക് പ്ലാസ്റ്റിക് ഇല്ലെന്നാണ് പറയുന്നത്. അത് ഇപ്പം കർശനമായിട്ട് അവർ പറയുന്നത് കൊണ്ട് പ്ലാസ്റ്റിക് കൊടുക്കും. പക്ഷേ ചിലർക്ക് 50 രൂപ കൊടുക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 50 രൂപ തരാൻ ചേച്ചി, ഞങ്ങൾ എത്ര പ്രാവശ്യം അവരുടെ വീട്ടിൽ പോകണം, തരത്തില്ല. എത്രയോ രൂപ തുണി മേടിക്കുന്നു, അതുപോലെ മീൻ മേടിക്കുന്നു, എന്തെല്ലാം വാങ്ങിക്കളയുന്നു. 50 രൂപ ഈ മാസത്തിൽ ഒരു ദിവസം വരുന്ന ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കത്തില്ല. അതില്ല. അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ 50 രൂപ കൊടുക്കും. അതെന്താ അവരുടെ സൈക്കോളജി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ രൂപകൾ ഓരോ ആവശ്യത്തിന് നമ്മൾ എടുക്കുന്നതാണ്. 50 രൂപ കൊടുക്കുകയും ഈ പ്ലാസ്റ്റിക് എല്ലാം ശേഖരിച്ച് അവരെ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആൾക്കാരുണ്ട്. ഞാനത് നേരിട്ട് എനിക്ക് അനുഭവം ഉള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. അങ്ങനെയൊക്കെ നമ്മൾ ഇനി എത്ര ആയാലും നമ്മൾ എത്ര പരിസ്ഥിതി കുറിച്ച് പറഞ്ഞാലും അതുപോലെ എത്ര പരിസ്ഥിതി അവലോകന യോഗങ്ങളൊക്കെ നടത്തിയാലും നമ്മുടെ മനസ്സിൽ ഇത് മാറ്റി കളയാതെ അല്ലാതെ ഇത് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അതുപോലെ പറമ്പുകളിലും എല്ലാം ഈ പ്ലാസ്റ്റിക് കൂടിക്കിടന്നിട്ട് എല്ലാത്തിനും കേടാണ്. തെങ്ങിനായാലും അതുപോലെ എന്ത് കൃഷി ചെയ്യുന്നതിനും ഈ പ്ലാസ്റ്റിക് കൂടിക്കിടക്കുമ്പോൾ അത് ഇല്ലാതായി പോകത്തതേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് എടുക്കുന്നതിനുള്ള തീരുമാനം വന്നത്. പിന്നെ കൂടുതലും കടകളിലൊക്കെ പ്ലാസ്റ്റിക് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാലും ആൾക്കാർ കവറൊന്നും ഇല്ലാതെ വാങ്ങിക്കാൻ ചെല്ലുന്ന ഒരു സഞ്ചിയോ ഒന്നും ഇല്ലാതെ ചെല്ലുമ്പോൾ പിന്നീട് അവരും അത് തന്നെ ഇട്ട് കൊടുക്കേണ്ട അവർക്കും ഒരു ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു കടയിൽ വന്ന് സാധനം ചോദിക്കുമ്പോൾ കവറില്ല, പിന്നെ എന്തോ കടക്കാരന് കവർ ഇട്ട് കൊടുക്കും. അല്ലാതെ ഇപ്പോൾ എന്തോ ഈ കവർ വീട്ടിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും കളയും. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരുപാട് പിഴ ചുമത്തുകയും അതുപോലെ കർശനമായിട്ട് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കുറേയൊക്കെ കുറച്ചൊക്കെ ഒരു അവബോധം നാട്ടുകാരുടെയും ജനങ്ങളുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. എങ്കിലും ആ ശീലങ്ങളൊന്നും ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അന്നേരം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്വമുള്ള കടമയാണ്. എല്ലാ മനുഷ്യരുടെയും കടമയാണ്. ഇതിപ്പോൾ ഇന്നൊരു ദിവസം സ്കൂളിൽ കുറേ വൃക്ഷത്തൈകൾ നട്ടതുകൊണ്ടോ അല്ലാതെ സൊസൈറ്റികളും അതുപോലെ കൂട്ടായ്മകളും അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് കുറേ വൃക്ഷത്തൈകളൊക്കെ നട്ടിട്ടോ ഒന്നും കാര്യമില്ല. പിന്നെ അത് പരിരക്ഷിച്ച് ആ വൃക്ഷത്തൈകൾ വളരുന്നതെന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക.
അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് എങ്ങനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ച് ആലോചിച്ച് അതിനൊരു ഉത്തമ പരിഹാരവും കാണാതെ ഈ ഭൂമിയിൽ ഒരു രക്ഷയും കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും വഴി നമ്മുടെ എല്ലാത്തിനും നമുക്ക് ശുദ്ധവായു ലഭിക്കുന്നതിനും മഴ ലഭിക്കുന്നതിനും അടുത്ത തലമുറയ്ക്കും എല്ലാത്തിനും മരങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് മരങ്ങൾ കഴിവതും വെട്ടിക്കളയാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. അടുത്ത തലമുറയിലുള്ള കുട്ടികളൊക്കെ അതിലൊക്കെ വളരെ താല്പര്യമുള്ള കുട്ടികളാണ്. നന്നായിട്ട് കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ളതും അതുപോലെ സ്കൂളുകളിലൊക്കെ നന്നായിട്ട് കൃഷിയൊക്കെ ചെയ്ത് അവർ ഓരോ വിത്തുകളൊക്കെ സീഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി അതൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന സ്കൂളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അടുത്ത തലമുറയിലെ കുട്ടികൾക്കൊന്നും അതിലൊന്നും ബോധമില്ലായ്മയൊന്നും ഇല്ല. പക്ഷേ അവർക്കുള്ള ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ ഇതുപോലൊക്കെയാണെന്നുള്ളതാണ്. അതുപോലെ കുളങ്ങളിലും തോടുകളിലുമൊക്കെ ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയുക, അതുപോലെ ഈ സ്നഗ്ഗി, അതേപോലെ കുപ്പി, അതേപോലത്തെ ഒരുപാട് വേസ്റ്റ്, ചെരുപ്പ്, ഇതൊക്കെയാണ് കൂടുതലും ഈ തോടുകളിലും കുളങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്നതെന്നാണ് ഈ തൊഴിലുറപ്പ് ആൾക്കാരൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് വൃത്തികേടാക്കി കുളങ്ങളൊക്കെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇപ്പം മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് അതൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. എല്ലാ വർഷവും വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ പിറ്റേ വർഷവും ഇത് തന്നെ ആൾക്കാർ കാണിക്കുന്നത്. ഇത് ഒരു മനുഷ്യൻ്റെ മനസ്സിലുമാണ് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മനുഷ്യർ ഇത് എത്രത്തോളം നമ്മുടെ പ്രകൃതിയിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ അത് എവിടെ കളയേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കളയാൻ ശ്രമിക്കുക. അതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കുറേയെങ്കിലും നമ്മുടെ പ്രകൃതിയെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഇതിന് ഒരാളോ രണ്ടുപേരോ ഒന്നും വിചാരിച്ചാൽ കാര്യമില്ല. എല്ലാവരുടെ മനസ്സിലും ഇത് ഓർമ്മ വേണം. ഇതിങ്ങനെ നമ്മൾ പോയാൽ പറ്റില്ല. നമുക്ക് ഈ പ്രകൃതിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഒരുപാട് കൂട്ടിയിടാൻ പാടില്ല എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിലും നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയൂ. പിന്നെ സുഗതകുമാരി ടീച്ചറും അതേപോലെ ധാരാളം കവികളും അതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും പ്രകൃതി സംരക്ഷകരും ഒക്കെ ഇതിനായിട്ട് ധാരാളം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചറാണെങ്കിൽ ജീവിതകാലം മുഴുവനും പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ഇരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ ഈ ദിവസത്തെ ഈ പ്രകൃതി ലോക പരിസ്ഥിതി ദിനത്തിൽ അവരെയൊക്കെ നമ്മൾ ഓർമ്മിക്കണം. അതുപോലെ നമ്മൾ ഓരോരുത്തരും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള ബോധം ഉണ്ടാവണം. അങ്ങനെ നമുക്ക് ഈ പ്രകൃതിയെ രക്ഷിക്കാൻ കഴിയും. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാവരും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും തയ്യാറാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. മറ്റൊരു വിശേഷവുമായി നാളെ കാണാം. ബൈ.